യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സ്വർഗത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഒരു ക്ലാസ്സും കൂടി സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ചിലപ്പം തീർന്നേക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യാം. എങ്ങനെയുള്ള സ്ഥലമാണ് സ്വർഗം എന്നുള്ളത്, സ്വർഗത്തെക്കുറിച്ചുള്ള ആ ഡിസ്ക്രിപ്ഷൻ കൂടുതലും വെളിപ്പാട് പുസ്തകത്തിലാണ് നമുക്ക് കൂടുതലായിട്ടുള്ളത്. സ്വർഗത്തെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ പ്രത്യേകിച്ച് 21ഉം 22ഉം അധ്യായങ്ങളിലാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉള്ള ചിത്രീകരണം കാണുന്നു. പുതിയ ആകാശവും പുതിയ ഭൂമിയും, ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. അതിനകത്ത് നമ്മൾ നോക്കിയാൽ കുറേ കാര്യങ്ങൾ അതിനകത്ത് നെഗറ്റീവായിട്ട് ഇല്ല 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 എന്ന് പറയുന്ന ചില കാര്യങ്ങൾ അവിടെയുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ആ കാര്യമില്ലാത്തതാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ 21 അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ സമുദ്രം ഇനിയില്ല, നോ മോർ സീ, കടലില്ല. നമ്മളതിൽ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും, വരും, അന്നേരം കാണാം. 4-ാം വാക്യം എടുത്തു കഴിയുമ്പോഴത്തേക്ക് നോ മോർ സോറോ, നോ മോർ സോറോ, അവിടെ ദുഃഖമില്ല. നോ മോർ ക്രൈ, അത് തന്നെ പറയുന്നുണ്ട്. നോ മോർ ഡെത്ത്, മരണമില്ല, ദുഃഖമില്ല. നോ മോർ ഡെത്ത്, നോ മോർ ക്രൈ. പിന്നെ 22-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ദർ ഇസ് നോ മോർ പെയിൻ, കഷ്ടതയില്ല. ആൻഡ് ദർ ഇസ് നോ മോർ കേഴ്സ്, ശാപമില്ല. പിന്നെ ദർ ഇസ് നോ മോർ നൈറ്റ്, രാത്രിയില്ല. ഇതൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. അന്നേരം എന്തൊക്കെയാണ് അവിടെ പറയുന്നത്? ഒന്ന്, സമുദ്രമില്ല, ദുഃഖമില്ല, കണ്ണുനീരില്ല, കഷ്ടതയില്ല, ശാപമില്ല, രാത്രിയില്ല, മരണമില്ല. ഇങ്ങനെയുള്ളൊരു സ്ഥലമാണോ സ്വർഗം? ഇങ്ങനൊരു സ്ഥലത്ത് ചെന്നാൽ നമ്മൾ എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത് രാത്രിയായില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റുമോ? അല്ലേ? ഇങ്ങനെയൊക്കെയുള്ള പല ചിന്തകൾ നമുക്ക് വരും. സമുദ്രമില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്നൊക്കെയുള്ള ചില ചിന്തകൾ വരും, അല്ലേ? അവിടെ പുതിയ ഭൂമി, പുതിയ ആകാശം, അത് ഉയരത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന. അപ്പോഴും നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് പ്രധാനമായിട്ട് ഓർത്താൽ മതി. അവിടെ ദുഃഖമില്ല, അവിടെ കണ്ണുനീരില്ല, കഷ്ടതയില്ല, ശാപമില്ല, രാത്രിയില്ല, മരണമില്ല. ഇനി ഇതിനൊക്കെ ഓരോ മീനിങ്ങുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിലേക്ക് ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല. കാരണം ട്രബിൾ ഉണ്ടാക്കുന്ന മനുഷ്യനില്ല അവിടെ. ദുഷ്ടന്മാരാരും ഇല്ലല്ലോ അവിടെ. ദുഷ്ടന്മാരാണ് എപ്പോഴും ട്രബിൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരാണ് സോറോയ്ക്ക് കാരണമുണ്ടാക്കുന്നത്. അതുകൊണ്ട് അവിടെ കണ്ണുനീരില്ല. എത്രയോ വിശുദ്ധന്മാർ ഈ ലോകത്തിലെ കണ്ണുനീര് ഒഴിച്ചവരാണേ നമുക്കറിയാം. അവിടെ കണ്ണുനീരില്ല. അവൻ തൻ്റെ സകല കണ്ണുനീരും അവൻ തുടച്ചു കളയും. ഒരു കഷ്ടതയുമില്ല എന്നുള്ളത്. രാത്രി അവിടെ ഇല്ല. രാത്രി അവിടെ ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ പ്രകാശമുണ്ട്, രാത്രിയില്ല. കുഞ്ഞാടിൻ്റെ പ്രകാശമാണ് അവിടെ ഉള്ളത്. രാത്രി ഇല്ല എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം നമ്മൾ ഓർത്ത്, രാത്രിയിലാണ് എല്ലാ അതിക്രമങ്ങളും നടക്കുന്നത്. രാത്രി ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കാണിക്കുന്നുണ്ട്. ദുഷ്പ്രവൃത്തി നടക്കുന്നത്, മൃഗങ്ങളിറങ്ങി നടക്കുന്നത്, മദ്യപിക്കുന്നവർ രാത്രിയിലാണ്, കൊള്ളക്കാർ, രാത്രിയിലെ ഭയം, ഇതെല്ലാം തന്നെ രാത്രിയാണ്. അന്നേരം രാത്രി അവിടെ ഇല്ല. അന്നേരം നമ്മൾ ഈ ലോകത്തിൽ എന്തൊക്കെ ക്രിസ്തീയ അല്ലെങ്കിൽ ദൈവമക്കൾക്ക് വിപരീതമായി വരുന്നോ ആ കാര്യങ്ങളൊന്നും അവിടെ കാണത്തില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഈ ലോകത്തിൽ ദൈവമക്കൾക്ക് വിപരീതമായി അല്ലെങ്കിൽ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും അവിടെ കാണത്തില്ല. അതാണ് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത്. അത് അങ്ങനെ ഒരു സ്ഥലമാണ് എന്നുള്ളത്. രാത്രി എന്തിനാണ് സാധാരണ വരുന്നത്? രാത്രി എന്തിനാ? വിശ്രമിക്കാനായിട്ടാണ്. സ്വർഗത്തിൽ ക്ഷീണമില്ല, അവിടെ ക്ഷീണമില്ല, പിന്നെ വിശ്രമിക്കേണ്ട ആവശ്യമില്ലല്ലോ. സൂര്യനും ചന്ദ്രനും അവിടെ കാണത്തില്ല. കാരണം നമുക്ക് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ആവശ്യമില്ല. അവിടെ നല്ല വെളിച്ചമാണ്, ശക്തമായ വെളിച്ചമാണ്. പുനരുത്ഥാനം പ്രാപിച്ച ശരീരം ആണ് ഓരോരുത്തർക്കും ഉള്ളത്. മത്തായി 13:43 പറയുന്നത്, കുഞ്ഞാട് ഇതിൻ്റെ വിളക്കാണ്, അന്ന് നീതിമാന്മാർ സൂര്യനെ പോലെ പ്രകാശിക്കും. അതുകൊണ്ട് നമ്മളെ അന്ധകാരത്തിൽ നിന്ന് ഈ അത്ഭുത പ്രകാശത്തിലേക്കാണ് വിളിച്ചത്. ഇരുട്ടിലൊക്കെ നടക്കുന്നത് എന്താണ്? പിശാചിൻ്റെ പ്രവർത്തനമാണ്.
അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. അവിടെ ഈ സാധനം ഇരുട്ടെന്ന് പറയുന്ന ഒന്നില്ല, എപ്പോഴും വെളിച്ചമാണ്. അവിടെ ഉറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, രാത്രി ആവശ്യമില്ല, ഉറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇരുട്ടിൽ പിശാചിൻ്റെ പ്രവർത്തനം നടക്കുന്ന സമയമാണ്. അവിടെ പിശാചില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെയില്ല. മരണമില്ല, ഒടുക്കത്തെ ശത്രുവായി മരണം ഒഴിഞ്ഞുപോയി. അവിടെ മരണമില്ല, മരണമെല്ലാം നമ്മുടെ നീങ്ങിപ്പോവും. അതുപോലെ തന്നെ അവിടെ കേഴ്സില്ല. കേഴ്സ് എന്ന് പറഞ്ഞാൽ ശാപമില്ല. കാരണം ഭൂമി അതിൻ്റെ വിളവ് ഇപ്പോഴും കൊടുക്കാത്തതിൻ്റെ കാര്യം എന്താണ്? ശാപം കൊണ്ടാണ്. ജനസിസ് ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ഭൂമി ശാപഗ്രസ്തമായി തീർന്നു, പാപം ചെയ്തുകൂടി. അതുപോലെ അവിടെ അന്ന് പറഞ്ഞ നീ വിയർപ്പോട് അധ്വാനിക്കും, പുരുഷനോട് പറഞ്ഞതാണ്. സ്ത്രീയോട് പറഞ്ഞതാണ് വേദനയോട് പ്രസവിക്കും. ഇതെല്ലാം തന്നെ പാപവുമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ മൃഗങ്ങളെ കടിച്ചു കീറി തിന്നുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോഴുള്ളത്. ഇപ്പം നമുക്കറിയാമല്ലോ, മൃഗങ്ങൾ ആളുകളെ ചവിട്ടി കൊല്ലുന്നു. ഇതെല്ലാം നമ്മളിപ്പം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കടുവ ഇറങ്ങുന്നു, കാട്ടിൽ നിന്ന് ഒക്കെ ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്നെല്ലാം നമ്മളെ വിടുവിക്കും. അവരുടെ ആ വന്യത, മൃഗത്തിൻ്റെ വന്യത പോലും അവിടെ ഇല്ലാതെയാകുകയാണ്. അവിടെ അതുകൊണ്ടാണ് പറയുന്നത് കൊച്ച് അണലിയുടെ പൊത്തിലെ കൈയിടാം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അത് 1000 ആണ്ട് വാഴ്ചയുടെ സമയത്ത് തന്നെ അത് നടക്കുന്നുണ്ട്. ശരിക്കും മൃഗങ്ങൾ കടിച്ചു കീറുന്നതൊക്കെ അതിൽ നിന്നെല്ലാം, ആ ശാപത്തിൽ നിന്നെല്ലാം വിടുവിക്കപ്പെടും. അത് മാത്രമല്ല, എല്ലാ ക്രിയേഷനും ഇപ്പോൾ തന്നെ അതിൽ നിന്നുള്ള റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം മാറ്റപ്പെട്ട ലോകമാണ് സ്വർഗം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പീഡനമില്ല, കഷ്ടതയില്ല, സങ്കടമില്ല, ദുരിതമില്ല, ദുഃഖമില്ല, പ്രയാസങ്ങളില്ല, അല്ലാത്തൊരു ലോകം. അതുകൊണ്ട് ഈ ഒരു ലോകത്തിലാണ് പോകാനായിട്ട് ദൈവം നമ്മളെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ഇനിയും വീണ്ടും ഒരു സംശയം നമുക്ക് ഇതുണ്ടാവും. നമ്മൾ മരിച്ച ഉടൻ തന്നെ സ്വർഗത്തിലേക്ക് ചെല്ലുമോ എന്നൊരു സംശയം പെട്ടെന്ന് വരും. നേരത്തെ നമ്മൾ ചിന്തിച്ചാണ് ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ് 3 കാര്യങ്ങളാണ് നമ്മുടെ ശരീരഘടനയിലുള്ളത്. അതുകൊണ്ട് സോളും സ്പിരിറ്റും നമ്മളെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയില്ല. 2 കൊരിന്ത്യർ 5:8 ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് വസിക്കാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അതായത് ശരീരം വിടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കർത്താവിനോട് കൂടെ വസിക്കുകയാണ്. അപ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആത്മാവ് ദൈവത്തിങ്കിലേക്ക് പോകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഒരു വാക്യം വായിക്കാം. സഭാപ്രസംഗി 12:7 പൊടി പണ്ടായിരുന്ന പോലെ ഭൂമിയിലേക്ക് തിരിച്ചു. നമ്മുടെ ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോരും. ഫിലിപ്പിയർ 1:23 ഇതേ കാര്യം പറയുന്നുണ്ട്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരുപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമല്ലോ. അതിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ പ്രാണൻ പോയാൽ ഇമ്മീഡിയറ്റ് തന്നെ നമ്മൾ കർത്താവിൻ്റെ അടുത്തെത്തും. ഇമ്മീഡിയറ്റ് തന്നെ കർത്താവിൻ്റെ അടുത്തെത്തും. പ്രാണൻ പോയാൽ നമ്മൾ സ്വർഗോന്നതികളിൽ നമ്മൾ അവനോട് ഇരിക്കും. ഒരുപാട് തെറ്റായിട്ടുള്ള പഠിപ്പിക്കലുണ്ട്. നമ്മൾ ഇവിടെ വേറെ എന്തോ 40 ദിവസം ഇവിടെ കറങ്ങി നടക്കും, അങ്ങനെയുള്ളതെല്ലാം ബിബ്ലിക്കലല്ല. അതൊന്നും വേദപുസ്തകത്തിൽ അതൊന്നും പറയുന്നില്ല. കർത്താവ് ഇപ്പോഴേ പിതാവിൻ്റെ വലത്തുഭാഗത്ത് സ്വർഗത്തിലിരിക്കുന്നു, അവിടെ നമ്മൾ ചെല്ലും എന്നുള്ളതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിലെ ധനവാന്റെയും ലാസറിൻ്റെയും സംഭവ കഥയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അതിനകത്തും ധനവാൻ മരിച്ചു, ആ നിമിഷത്തിൽ തന്നെ പാതാളത്തിൽ യാതന അനുഭവിക്കുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ധനവാൻ മരിച്ച ഉടൻ തന്നെ പാതാളത്തിൽ യാതന അനുഭവിക്കുന്നു. എന്നാൽ ലാസർ അബ്രഹാമിൻ്റെ മടിയിൽ പാരഡൈസിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത്, യേശു കള്ളനോട് പറഞ്ഞാണ് നീ എന്നോടുകൂടെ ഇന്ന് പർദീസയിൽ ഇരിക്കും എന്ന്. അതായത് പർദീസ കർത്താവ് ഇരിക്കുന്ന സ്ഥലമാണ് പർദീസ, അവിടെ ഇരിക്കും എന്നുള്ളത്. അതായത് സ്വർഗത്തിൻ്റെ മീനിങ്, ഇതെല്ലാം നമ്മൾ സ്വർഗത്തിൻ്റെ മീനിങ് ആയിട്ട് നമുക്ക് എടുക്കേണ്ടതാണ്. അതായത് നമ്മളിപ്പം പറഞ്ഞ സ്വർഗം എങ്ങനെ ഇരിക്കും എന്നുള്ളത് പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ അവിടെയുണ്ട്. കർത്താവാണ് വെളിച്ചം, അവിടെ ഇരുട്ടില്ല, അവിടെ വെളിച്ചമാണ്, എപ്പോഴും വെളിച്ചമാണ്. അവിടെ കണ്ണുനീരില്ല, കഷ്ടതയില്ല, ശാപമില്ല, രാത്രിയില്ല, സമുദ്രമില്ല.
ഈ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല, മരണവുമില്ല, നിത്യമായിട്ടിരിക്കും. അതുകൊണ്ട് സകല സൃഷ്ടികളും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്, മനുഷ്യൻ്റെ രൂപാന്തരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതിന് ഈ പുനരുത്ഥാനം നമുക്കുണ്ടായി കർത്താവിനോടാകണമെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ജീവിച്ചിരിക്കുന്നവർ ഉൽപ്രാവണം പ്രാപിച്ച് കർത്താവിനോടാകണമെങ്കിൽ നമുക്ക് യേശുവിൻ്റെ മക്കളായി തീരുന്ന വീണ്ടെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരാത്തവരുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം തീർച്ചയായും കർത്താവേ, എനിക്ക് അസ്വർഗീയ അനുഭവത്തിൽ ജീവിപ്പാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് കർത്താവിനോട് പറഞ്ഞ് ഇന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും നമ്മളെ സഹായിക്കുകയും ചെയ്യും. നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും സ്വർഗത്തെക്കുറിച്ച് ഒരു എപ്പിസോഡും കൂടി പറഞ്ഞതിന് ശേഷം ഞാനത് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇനിയും എൻ്റെ സ്വർഗത്തിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചുമൊക്കെയുള്ള ചില കാര്യങ്ങളൂടെ പറയാനുണ്ട്. അതുകൂടെ പറഞ്ഞത് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കും. നിങ്ങളിത് എല്ലാ ദിവസവും കേൾക്കണം. അത് തീർച്ചയായും നമുക്ക് പ്രയോജനപ്രദമാകും. ബൈബിളിലെ വാക്യങ്ങളാണ് കൂടുതലും പറയുന്നത്, ബൈബിളിൽ റെഫർ ചെയ്ത്, അല്ലാതെ നമ്മൾ കയ്യിൽ നിന്നിട്ടോ ഒന്നുമല്ല പറയുന്നത്. ഇതിനെക്കുറിച്ച് ഒരുപാട് കൺഫ്യൂഷനും കാര്യങ്ങളും ഇൻ്റർപ്രിട്ടേഷനകത്തുള്ളതൊന്നും, അതുകൊണ്ട് അത്രയും കാര്യങ്ങൾ നമ്മൾ അതിലേക്ക് കുത്തിത്തിരിഞ്ഞ് നമ്മൾ പോകുന്നില്ല. ബൈബിളിൽ പറയുന്ന മീനിങ് അതിൽ തന്നെ നമ്മൾ സംസാരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും ഇത് നിങ്ങൾ കേൾക്കുകയും ഇത് അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യണം. ഇത് നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരുന്നതാണ്. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ട ആളുകൾ, ഹയർ സ്റ്റഡീസിന് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ പ്രാർത്ഥിക്കണം. എല്ലാ തടസ്സങ്ങളും മാറും. വിസയുടെ ഒക്കെ പ്രയാസങ്ങളിൽ നിൽക്കുന്ന ചില ആളുകളുണ്ട്, അതൊക്കെ മാറി വരുവാനായിട്ട് ദൈവം ഇടവരുത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവരും സ്വർഗീയ അനുഭവത്തിലായി തീരുവാനായിട്ട് ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില ആളുകൾ കർത്താവെ പല ചിന്തകൾ കൂടി ഇരിക്കുന്നല്ലോ കർത്താവെ. കർത്താവെ ഇതൊക്കെ കർത്താവെ ഇതിന് യാതൊരു മീനിങ്ങും ഇല്ല എന്ന് ചിന്തിക്കുന്ന ചില ആളുകളും ഉണ്ടല്ലോ കർത്താവെ. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വഴികളിലാവാൻ, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ആ സ്വർഗീയ പൗരത്വത്തിൽ ജീവിപ്പാനായിട്ട് കർത്താവെ നിൻ്റെ ആത്മാവ് അവിടെ ഹൃദയങ്ങളിലെ ഹേമിക്കണമേ എന്ന് ഞങ്ങളെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവർ ആവശ്യങ്ങളിരിക്കുന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഹയർ സ്റ്റഡീസിന് പോകാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ചില ആളുകളെ പ്രത്യേകം ഞങ്ങളെ കണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴേ കർത്താവെ അത് ആ നന്മകളൊക്കെ അവർക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി സംബന്ധമായിട്ട് പ്രയാസങ്ങളിലിരിക്കുന്നവരെ ദൈവം കാണിച്ചു തരുന്നു. ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ ജോലിയിലൊക്കെ കർത്താവെ സ്ഥിരമായിരിക്കുവാനായിട്ട്, കർത്താവെ അതിൽ നിന്ന് ഒന്നും പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് കർത്താവെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദിവസങ്ങളിൽ കർത്താവെ അത് അവിടെ നിന്ന് മാറ്റം വരുമോ എന്നൊക്കെ പേടിച്ച് നിൽക്കുന്ന ആളുകൾ കർത്താവെ അതിൽ നിന്നൊക്കെ കർത്താവെ നീ വിടുവിക്കണമേ, ധൈര്യം കൊടുക്കണമേ. കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ചിന്തിപ്പാനായിട്ട് കർത്താവെ ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ചില ആളുകൾ കർത്താവെ അത് ചില തടസ്സങ്ങൾ കാണുന്നു, അത് ഈ ദിവസങ്ങളിൽ കർത്താവെ മാറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതൊക്കെ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഉദ്ദേശിച്ച ജോലി തന്നെ തക്ക സമയത്ത് കിട്ടത്തക്ക രീതിയിൽ എൻ്റെ ആത്മാവ് പ്രവർത്തിക്കുകയും കർത്താവെ ഇടപെടുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ എല്ലാം അനുഗ്രഹിക്കണം. വിശ്വാസത്തിൽ ഏറ്റെടുത്തവർ കർത്താവെ എത്രയും പെട്ടെന്ന് തന്നെ അത് നടന്ന് വരുവാനായിട്ട് കർത്താവെ സഹായിക്കുക, ഇടവരുത്തുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ടവർക്ക് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. നിങ്ങളിത് തുടർന്നും വാച്ച് ചെയ്യണം. ഇതൊരു സീരീസ് ആയിട്ട് പോകുന്നതാണല്ലോ, അതുകൊണ്ട് എല്ലാം ഇടയ്ക്ക് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ആയിട്ടുള്ള യൂട്യൂബിൽ തന്നെ അതുണ്ടാവും, അത് പോയി അതെടുത്തത് കേൾക്കണം. അല്ല, കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുകയും ഇത് ലൈക്ക് ചെയ്യുകയും ചെയ്താൽ നല്ലതാണ്. അതുപോലെ പ്രയർ റിക്വസ്റ്റുകൾ ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.